ഹേയ് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കെ ഹിയർ, നിങ്ങളുടെ സ്വന്തം വിജേഷ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് നാൾക്ക് മുന്നേയുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരു ദിവസം രാത്രി എനിക്ക് പലപ്പോഴും രാത്രികളിൽ ഉറക്കം കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്ന സമയത്ത് ഞാൻ നേരെ വണ്ടി എടുത്തിറങ്ങും എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഒരു അടിപൊളി ഫുഡ് കാര്യങ്ങൾ കഴിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്ന വേറെ എവിടെയല്ല ഗൈസ്, നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവ് തന്നെ. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഏതൊരു പാതിരാത്രി വന്നാലും കൂൾ ഡ്രിങ്ക്സും ടീയും നല്ല ലൈറ്റായിട്ടുള്ള ഫുഡും കിട്ടും കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് കടകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതിലെല്ലാ കടകളും നമ്മളെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നേരെ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി കയറിച്ചുള്ള ഈ ഒരു മച്ചാൻ്റെ കടയിലാണ്. കാരണം ഈ ഒരു കടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ബ്രെഡ് ഓംലേറ്റ് അതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയാറുണ്ട്, അത് കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വയറ് നിറയാറുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക് ആ ഒരു ഉണ്ടാക്കുന്ന രീതി തന്നെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടാവും. എനിക്കെന്തായാലും കൊതിയാവാറുണ്ട്. അപ്പോൾ പുള്ളിയുടെ പണിയൊക്കെ തീർത്തത് എൻ്റെ കയ്യിൽ കൈമാറി. ഇനി അത് കഴിച്ചു നോക്കേണ്ട ചടങ്ങാണ്. അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് നിറവേറ്റി കഴിഞ്ഞായിരുന്നു. കൊള്ളാം, നല്ല അടിപൊളി ഫുഡാണ്. ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ളതാണ്. എപ്പോൾ എനിക്ക് ഉറക്കം വരാത്തൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അടിപൊളി എന്നൊക്കെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെൻ്റെ ബാക്കിൽ നിന്ന് പാസ് ചെയ്ത് പോയായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ മലയാളം വെബ് സീരീസിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഉണ്ണിലാലു ബ്രോ ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സിംപ്ലിസിറ്റി ലെവലൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒരു ഫോട്ടോയും കാച്ചി നമ്മൾ നേരെ നമ്മളുടെ കുലുക്കി അടിക്കുന്ന സർബത്ത് കടയിലേക്ക് ചെന്നായിരുന്നു. നമ്മുടെ ഓംലേറ്റ് അടിച്ച കടയിൽ തൊട്ടപ്പുറത്തെ കടകൾ തന്നെയാണ്. സോ മച്ചന്മാരെല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അതേ അടിക്കുന്നത് മാംഗോ കുലുക്കിയാണ്. ഞാൻ പറഞ്ഞ ഒരു സാധാ കുലുക്കിയാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്വന്തം സാധാ കുലുക്കി. മച്ചാൻ സാധാരണ രീതിയിൽ കുലുക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ യൂട്യൂബിലേക്ക് ഒരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മച്ചാനും മച്ചാൻ്റെ കയ്യിലുള്ള ഒരു ഗ്ലാസും നിലത്ത് നിന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ കണ്ടില്ലേ. കറക്കത്തോട് കറക്കുമായിരുന്നു. പെട്ടെന്നുള്ള മച്ചാൻ്റെ അടിയുടെ ആ ഒരു സ്റ്റൈലിൻ്റെ മേക്ക് ഓവർ കണ്ട് പിന്നെ പെട്ടെന്ന് എന്താണെന്നറിയില്ല എനിക്കൊരു സീൻ ഓർമ്മ വന്നുകൊണ്ടോ. നല്ലൊരു കുലുക്കി സർബത്ത് എവിടെ കിട്ടൂടാ. അതുപോലെ തമ്മനത്തെ ഉള്ളിലോട്ട് നീര് കടകൾ ചെറുക്കനെല്ലാം അടിയാവുന്നത് അടിക്കുന്നത് അടിച്ചാൽ കലക്കുമില്ല. അതെ, മച്ചാൻ അടിച്ച അവിടുത്തെ ലൈറ്റ് അടക്കം പിന്നിച്ചായിരുന്നു. അതെ, അങ്ങനെ മച്ചാൻ്റെ കുലുക്കിയുടെ പരിപാടിയൊക്കെ തീർത്ത് എൻ്റെ കുലുക്കി റെഡിയാക്കിയിട്ട് ഒരു സ്ട്രോ ഇട്ടിട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഇനി ഇതേ നമ്മുടെ ഈ കുലുക്കി കുടിച്ച് അഭിപ്രായം പറയൽ ചടങ്ങാണ്. അപ്പം ഞാൻ അതങ്ങോട്ട് തുടങ്ങി തീർക്കാറായപ്പോഴാണ് ഞാൻ വിഷ്വൽസൊക്കെ എടുത്ത് തുടങ്ങിയത്. കാരണം കുടിക്കുമ്പോൾ അത് ആസ്വദിച്ച് കുടിക്കണ്ടേ. അപ്പോൾ കുടിച്ച് അടിപൊളിയായിരുന്നു. 15 രൂപയാണ് ഇവിടുത്തെ ഒരു കുലുക്കിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ എപ്പോഴത്തേയും പോലെ നമ്മളുടെ കലാപരിപാടികളൊക്കെ തീർത്ത് വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് ആ ഒരു വണ്ടി ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവ് പാഴത്ത് നിർത്തി ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.